ദേശീയപാതയുടെ അപകടാവസ്ഥയിൽ കണ്ണൂരിൽ കുപ്പത്ത് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. കുപ്പത്തേക്ക് നമുക്ക് പോകാം. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി വാഹനങ്ങളൊക്കെ തടയുകയാണ്. അവിടെ അർജുൻ കല്യാട് നമുക്കൊപ്പം ഉണ്ട്. അർജുൻ കല്യാട്, ഗുഡ് ഈവനിംഗ്. രാവിലെ ഒരു ചർച്ചയൊക്കെ നടത്തി പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ചർച്ചയൊന്നും ഫലം കണ്ടില്ലേ? വീണ്ടും നാട്ടുകാർ പ്രതിഷേധവുമായി വഴിയിലേക്ക് ഇറങ്ങുകയാണല്ലോ. എന്താണ് സംഭവിച്ചത് ഇതിനിടയിൽ? സുജി, അത് തന്നെയാണ്. അതായത് 4 മണിയോടുകൂടി കലക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് നേരത്തെ പ്രതിഷേധം നടത്തിയപ്പോൾ ഒരു അറിയിപ്പായി നൽകിയിരുന്നത്. എന്നാൽ 4 മണിയായിട്ടും ഇതിനകത്ത് ഒരു പരിഹാരമാവാതെ വന്നതോടുകൂടിയാണ് വീണ്ടും ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി ഇറങ്ങുന്നത്. ഇപ്പോൾ സ്ത്രീകളും കൂടി എന്താ ഇങ്ങനെ ഒരു വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ വരാൻ കാരണം ഞങ്ങളോട് 2 മണിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നീട് അത് 3 മണിയാക്കി, പിന്നീട് അത് 4 മണിയാക്കി. 4 മണി കഴിഞ്ഞ് 4:30 മണിയായിട്ടും ഇവിടെ ഇതുവരെ ഒരു അധികാരികളും വന്ന് നമുക്കൊരു കറക്റ്റ് ശാശ്വത പരിഹാരം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ ഈ മീഡിയക്കാർ നേരത്തെ രാവിലെ ഇവിടെയുണ്ട്. ഇവിടെ രാവിലെ ഉണ്ടായ ദൃശ്യമാണോ ഇന്ന് ഉച്ചയ്ക്ക് ഈ 2 മണിക്കൂറിന് ശേഷം ഇവിടെ കാണുന്ന ദൃശ്യമെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ മണിക്കൂർ കൂടുന്നോറും ഓരോ സെക്കൻഡുകളിലും മിനിറ്റുകളിലും മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞിടിഞ്ഞ് താഴെയുള്ള ഇതിലേക്കാണ് ഞങ്ങൾക്ക് ബാധിക്കുന്നത്. ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് അവിടെ കടന്നുറങ്ങണം. അതിലാണ് ഞങ്ങൾ ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഇങ്ങനെ രംഗത്തിറങ്ങിയത്. എന്തായാലും സുജിയ, കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഈ സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നത്. കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ കയ്യിലേന്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഇവിടെയുള്ള വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. അതെ, നിങ്ങൾ ഉൾപ്പെടെ രാവിലെ ഇവിടെ ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? നമ്മൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് പിൻവലിച്ചത് സമരത്തിൽ നിന്ന്. പക്ഷേ 4 മണിക്ക് RDO ഉൾപ്പെടെ ഇവിടെ എത്താമെന്നും ഇത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമരം കൂടുതൽ ഇതായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെ ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടുതൽ ഈ ഭാഗം ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഈ ഇടിഞ്ഞ ഭാഗം ഫുള്ള് താഴോട്ടേക്ക് തന്നെ വരിക. അപ്പോൾ കൂടുതൽ ആശങ്കയിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാരപ്പുറം ഏതറ്റം വരെയും പോകാൻ ഞങ്ങളുണ്ടാവും. എന്തായാലും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ കാഴ്ചയോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ദേശീയപാത. ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. വാഹനങ്ങളുടെ നീണ്ട നിര ഉൾപ്പെടെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവർക്ക് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ല. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോ ആൾക്കാരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകുകയാണ്. എന്താ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക്? നിങ്ങൾ അവിടെ വീട്ടിലൊക്കെ വെള്ളവും ചളിയായി, ഭക്ഷണമില്ല, ടോയ്ലറ്റുമില്ല, ഒന്നുമില്ല. എല്ലാവരും കടന്നു പറഞ്ഞാൽ അവർ വഴിയില്ലാത്ത അവസ്ഥയാണ്. നേരത്തെ നിങ്ങളോട് ഈ 2 മണിയോടുകൂടി അവർ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മണി വരാമെന്ന് പറഞ്ഞു. 4 മണിയായിട്ട് കലക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി കലക്ടർ വരാണ്ട് നമ്മൾ ഇവിടെ നീങ്ങുന്ന പരിപാടിയില്ല. ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ്. അതെല്ലാം എന്തായാലും ഉറച്ച തീരുമാനം തന്നെയാണ്. എന്തായാലും ശക്തമായ രീതിയിലൊരു പ്രതിഷേധം നടത്തും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അതായത് വീട്ടിലൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടി കഴിയാത്ത അത്രയും ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ, അതായത് ഒരു 1/4 മണിക്കൂർ മുമ്പ് ഇവിടെ സംസാരിക്കുന്ന സമയത്തും നമ്മൾ കണ്ടത് ഇവിടെ ഒരു മണ്ണിടിയാത്ത ഒരു ഭിത്തിയായിരുന്നു ഇവിടെ കണ്ടത് എങ്കിൽ ഈ 1 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ കാണുന്നത് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണ ഒരു ദൃശ്യങ്ങളാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അല്പസമയം മുമ്പ് പങ്കുവെച്ചതുമാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ അനുദിനം ഇവിടെയുള്ള സാഹചര്യം, അതായത് അർജുൻ കല്യാട്, നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗത്താണ് നമ്മൾ പലയിടങ്ങളിലും കാണുന്നത് പോലെ ഇവിടെ ആ കുന്നിടിച്ച ഭാഗത്തു നിന്നാണ് താഴേക്കിടിയുന്നത്. 3ാമത്തെ തവണയും മണ്ണിടിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും 1ഉം 2ഉം തവണയല്ല, 3 തവണ ഉൾപ്പെടെ മണ്ണിടിഞ്ഞിരിക്കുകയാണ്. ഉമ്മ, ഇത് വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് പോവാണ്. ഉമ്മ, വീണ്ടും ഒരു പ്രതിഷേധം ഉറപ്പായിട്ടും കലക്ടർ എത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും എത്താത്തതുകൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഈ പ്രതിഷേധം നടത്തുന്നതിന് മുമ്പ് തന്നെ അതിനുശേഷം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഇപ്പം ലൈവായിട്ട് വീഴുന്നതല്ലേ. ഇത് ഇനിയിപ്പം വെള്ളം ചളിയുമായിട്ട് മഴ പെയ്യുമ്പോൾ താഴേക്ക് തേച്ചും വരും. എന്നാൽ വീണ്ടും അതുപോലെ തന്നെ ആവും. അപ്പൊ നമുക്കൊരു സുരക്ഷത വേണം.
സുരക്ഷിതമാണോ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയത്. നാട്ടിലാകെ ചളിയാണ്. നേരത്തെ ഇതൊന്നും ഇടിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ നോക്കിയേ ഇടിഞ്ഞു വീഴല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് സത്യമല്ലേ? നിങ്ങളത് നോക്ക്, നിങ്ങൾ നേരത്തെ കണ്ടു തന്നെയല്ലേ? അത് തന്നെയാണ് അവർ ചോദിക്കുന്നത്. അതായത് നേരത്തെ, അതായത് നമ്മളുടെ ദൃശ്യങ്ങളിൽ തന്നെ ഉള്ളതാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ ഇവിടെ മണ്ണിടിഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം. അതായത് തുടർച്ചയായി മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. മാത്രമല്ല അർജുൻ കല്യാട്, ആ മണ്ണിടിഞ്ഞു വീണ് ആ ഇടിഞ്ഞു വീണ മണ്ണും ചെളിയുമെല്ലാം ഒറ്റ മഴയ്ക്ക് ഇവരുടെ വീടുകളിലേക്ക് ഒലിച്ചുകൂടി എത്തുകയാണ്. പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കരാർ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഈ നിർമ്മാണം ഏറ്റെടുത്ത ആളുകളോ ആരെങ്കിലും അവിടേക്ക് എത്താത്തത്? തീർച്ചയായിട്ടും അല്പസമയം മുമ്പ് ഇവിടെ ഇത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇതുവഴി പോവുകയായിരുന്ന കല്യാശ്ശേരി MLA ഈ പ്രതിഷേധവും അതുപോലെ തന്നെ ഇവിടെ ആൾക്കൂട്ടവും ഒക്കെ കണ്ട് ഇവിടെ നിൽക്കുകയും അതിന്റെ ഭാഗമായി ജില്ലാ കളക്ടറോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ളത് അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് മാനേജറോടും അതുപോലെ തന്നെ RDOയോടും സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കല്യാശ്ശേരി MLA M. വിജിൻ ഉൾപ്പെടെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. പക്ഷേ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയോ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് കാസർഗോഡ് സമാനമായ രീതിയിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. വീരമല കുന്നിൽ ഉൾപ്പെടെ കാഞ്ഞങ്ങാടും ഒക്കെ മണ്ണിടിച്ചിലും റോഡിൽ വിണ്ട് കീറിയത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് ഈ പ്രൊജക്ട് മാനേജർ നിലവിലുള്ളത്. അവിടെ നിന്നും ഇവിടത്തേക്ക് എത്താനുള്ള ഒരു കാലതാമസം കൊണ്ടാണ് ഇതിങ്ങനെ വൈകിപ്പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ നാട്ടുകാർ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാടിൽ പിന്നോട്ട് പോകാൻ വേണ്ടി നാട്ടുകാർ കൂട്ടാക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്തായാലും വാഹനങ്ങളുടെ നീണ്ട നിര ഒരു വശത്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവും സമരവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനിച്ചത്. മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. നമുക്കറിയാം 3 മണിക്കായിരുന്നു ഇവിടെ കളക്ടറും അതുപോലെ നാഷണൽ ഹൈവേൻ്റെ ടീമൊക്കെ വരുന്നു പറഞ്ഞത്. ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങളൊക്കെ ഇവിടുന്ന് കണ്ടതാണ്. ലൈവായിട്ട് ഇതൊക്കെ പൊട്ടി വീഴുകയാണ്. നമുക്ക് പേടിയോട് കൂടിയാണ് നമ്മളിവിടെ കഴിയുന്നത്. നമ്മൾ ഈ പ്രതിഷേധം നമുക്ക് ഉറപ്പ് കിട്ടാണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയില്ല. അതായത് നേരത്തെ പോലെ തന്നെ ഒരു ഉറപ്പ് കിട്ടിയാൽ അവസാനിപ്പിക്കുന്ന ഒരു പ്രതിഷേധമല്ല ഇപ്പോൾ. ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കൂ. നമുക്ക് അതിന് പൂർണ്ണമായിട്ട് ഇവിടുന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ നമ്മൾ ഈ സമരം അവസാനിക്കുള്ളൂ. നമുക്കറിയാം നമ്മൾ രാവിലെ മുതലേ ഇതിൻ്റെ ഇത് തന്നെ നമ്മളോട് 3 മണി 4 മണി പറഞ്ഞ് നമ്മൾ അതുവരെ സഹകരിച്ചുകൊണ്ടാണ് ഇതുവരെ നിന്നത്. ഇനി ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കൂല. അതായത് പ്രതിഷേധം ഇപ്പോഴിങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടുന്നവരെ ഇല്ലാതെ കൊണ്ടാണ് ആ പരിഹാരം നമുക്ക് ആക്കി ഞങ്ങൾ ഇതിന് സമരം പിൻവലിക്കുന്നത്. രമ്യമായിട്ട് ഞങ്ങൾ പോയതായിരുന്നു. ഞങ്ങളോട് തന്നെ 4 മണിക്ക് വന്ന് നിങ്ങൾക്കുള്ള പരിഹാരം നൽകുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 4:30 ഇതുവരെ അധികൃതർ ഇവിടെ എത്തിയിട്ടില്ല. അവരെത്താണ്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്യില്ല.